കുഴൽമന്ദം ഇ.കെ. നായനാർ സ്മാരക വായനശാലയുടെ ആവശ്യപ്രകാരം ഈ അധ്യാപക ദിനത്തിൽ ക്ലാസ് മുറിയിലെ ജനാധിപത്യത്തെപ്പറ്റിയാണ് പറയാനുള്ളത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത് 1962 മുതൽക്കാണ്. 1888 സെപ്റ്റംബർ 5 ജനിച്ച് 1975 ഏപ്രിൽ 17 അന്തരിച്ച അദ്ദേഹത്തിൻ്റെ 87 വർഷം നീണ്ട ജീവിതം പഠിക്കാനും പഠിപ്പിക്കാനുമായി സമർപ്പിക്കപ്പെട്ടതാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായും രണ്ടാമത്തെ രാഷ്ട്രപതിയായും വളരെ ഉയർന്ന തത്വചിന്തകനായും വൈവിധ്യമാർന്ന സവിശേഷ പദവികൾ കൊണ്ട് ബഹുധാ അലംകൃതമായ ആ ധന്യജീവിതം ആത്യന്തികമായി ഒരു അധ്യാപകൻ്റേതാണ്. അതുകൊണ്ടായിരിക്കാം തൻ്റെ ജന്മദിനത്തെ അധ്യാപക ദിനമായി കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചതും അത് സാധിച്ചതും. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയുടെ അധ്യാപന ജീവിതമാകെ തന്നെ സംവാദാത്മകവും ജനാധിപത്യപരവുമായ വിനിമയങ്ങളെ കൊണ്ട് സമ്പന്നമാണ്. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ക്ലാസ് മുറിയുടെ ജനാധിപത്യത്തെക്കുറിച്ച് ഈ ദിനത്തിൽ പറയുന്നത് ഏറെ പ്രസക്തമാണെന്ന് കരുതുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാനമാക്കി ക്ലാസ് മുറിയിലെ ജനാധിപത്യം എന്ന വിഷയത്തെ സമീപിക്കാനാണ് ശ്രമിക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ വന്ന വളർച്ചയും വികാസവുമായി പൊരുത്തപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വിദ്യാഭ്യാസ വികാസത്തെ ശരിയായി നോക്കിക്കാണാനാവുകയുള്ളൂ. അതുകൊണ്ട് ഈ വിഷയത്തിൻ്റെ ആമുഖമായി കേരളത്തിലെ സാമൂഹിക ജീവിതം എങ്ങനെ വികസിച്ചു വന്നു എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. കേരളം എന്ന ഭൂപ്രദേശത്തിന് ഏതാണ്ട് 8 ലക്ഷം വർഷത്തെ പഴക്കമാണ് നമുക്ക് കൽപ്പിക്കാനാവുക. നമുക്കറിയാൻ കഴിഞ്ഞിടത്തോളം ഇവിടുത്തെ ജനവാസത്തിന് 7000-ഓളം വർഷത്തെ പഴക്കമാണുള്ളത്. ഈ കാലയളവിലെ ജനജീവിതം 2 അവസ്ഥാന്തരങ്ങളെ പിന്നിട്ട് 3-ാമത്തെ അവസ്ഥയിലൂടെയാണ് ഇന്ന് മുന്നേറുന്നത് എന്ന് പൊതുവിൽ പറയാം. നമ്മുടെ പ്രാഥമികമായ സാമൂഹിക ജീവിതം പ്രകൃതിയെ ഏറെക്കുറെ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിതാവശ്യങ്ങൾ നിറവേറ്റിയിരുന്ന പെറുക്കിത്തിന്ന് ജീവിച്ച കാലഘട്ടമാണ്. ഏതാണ്ട് 1500 വർഷം മുൻപ് വരെ ഈ ജീവിത രീതിയിലാണ് പൊതുവിൽ നാം തുടർന്നു പോന്നത്. ഒരുതരം ദ്രാവിഡ ഗണഗോത്ര ജീവിതം, മഹാശിലാസംസ്കൃതി, മെഗാലിത്തിക് കൾച്ചർ, അതിനെ പിൻപറ്റുന്ന അറിവ് രൂപങ്ങളാണ് അക്കാലത്ത് രൂപപ്പെടുത്തിയിരുന്നതും വിനിമയം ചെയ്തിരുന്നതും. എന്താണ് മഹാശിലാസംസ്കൃതി? വലിയ ചെങ്കല്ലുകളിൽ നിർമ്മിച്ചെടുക്കുന്ന തൊപ്പിക്കല്ല്, കുടക്കല്ല് തുടങ്ങിയ സ്മാരകങ്ങൾ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചെടുക്കുന്ന സമ്പ്രദായം ഇതിൽ പ്രധാനമാണ്. കിഴങ്ങും കായ്കളും പറിച്ചും ശേഖരിച്ചും നായാട്ടു നടത്തിയും മീൻ പിടിച്ചും ആഹാരം സമ്പാദിച്ചിരുന്നു ഇവർ. ഇതായിരുന്നു ഇവരുടെ അതിജീവന രീതി. ഈ അതിജീവനത്തിനും സാംസ്കാരിക നിർമ്മിതിക്കും ആവശ്യമായി വരുന്ന വിരുതും കഴിവുമാണ് ഈ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രമേയ വസ്തു. കൂടിച്ചേർന്ന് ജീവിക്കുന്നതിനിടയിൽ ജീവസന്ധാരണ പ്രവർത്തനത്തോട് അലിഞ്ഞു ചേർന്നിട്ടാകാം ഈ പ്രമേയത്തിൻ്റെ വിനിമയം അന്ന് സാധിച്ചിട്ടുണ്ടാവുക. വ്യവസ്ഥാപിതമോ ക്രമനിബദ്ധമോ അല്ലാത്ത സാമ്പ്രദായിക വഴികളിൽ സ്വാഭാവികമായും അനൗപചാരികമായും നിർവഹിച്ചു പോന്നതായിരിക്കും ആദ്യകാലത്തെ ഈ വിദ്യാഭ്യാസ പ്രക്രിയ. ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുൻപ് വരെ ഏകദേശം ഇപ്രകാരമുള്ള ഒരു ഉള്ളടക്കവും വിനിമയ രീതിയുമാണ് നാം പുലർത്തിപ്പോന്നിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് സമൂഹം അതിൻ്റെ 2ാമത്തെ ജീവിത വ്യവസ്ഥയായ കാർഷിക ഗ്രാമജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ മുന്നേറുന്നത്. സംഘകാല കൃതികൾ വേർതിരിച്ച് കാണിക്കുന്ന ഐന്തിണേകൾ ഉണ്ടല്ലോ. കുറിഞ്ചി, അതായത് കുന്നിൻപുറം; മുല്ലൈ, അടിക്കുന്നും പുൽമേടും; മരുതം, ചതുപ്പ് നിലങ്ങൾ; നെയ്തൽ, കടൽ തീരം; പാലൈ, വരണ്ട ഭൂമി അഥവാ തരിശുനിലം എന്നിങ്ങനെ. ഇതിൽ മരുതം നിലങ്ങളിൽ നീർവാർച്ചയ്ക്കു വേണ്ടി തോടുകളുണ്ടാക്കി, വറ്റിയ ചതുപ്പിൽ വരമ്പുകളുണ്ടാക്കി കണ്ടങ്ങളാക്കുകയും പാടശേഖരങ്ങൾ രൂപപ്പെടുത്തുകയുമാണ്
ഇക്കാലത്ത് ഭൂമിയിൽ വരുത്തിയിട്ടുള്ള മാറ്റം. ജീവിത രീതിയാവട്ടെ പെറുക്കി തിന്നുന്നതിൽ നിന്ന് ഉണ്ടാക്കി തിന്നുന്നതിലേക്ക് വികസിക്കുന്നതാണ്. ഭൂമി സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ യൂണിറ്റായി മാറുകയാണ്. അതായത് ഭൂമിയുടെ ഉടമസ്ഥരും അവിടെ പണിയെടുക്കുന്ന അടിമകളും എന്ന നിലയിൽ സമൂഹമാകെ മേലുകീഴ് തട്ടുകളായി വേർതിരിഞ്ഞു. മുൻകാലത്തെ ദ്രാവിഡ ഗണഗോത്ര ജീവിത രീതിയിൽ നിന്ന് പല തട്ടുകളുള്ള സങ്കീർണമായ ഘടനയിലേക്ക് സാമൂഹിക ജീവിതമാകെ എടുത്തുയർത്തപ്പെട്ടു. പതുക്കെ പതുക്കെ സാമ്പത്തിക രംഗത്ത് ദേവസ്വം, ബ്രഹ്മസ്വം എന്നീ പേരുകളിലുള്ള ഭൂ ഉടമാ സമ്പ്രദായങ്ങളും, രാഷ്ട്രീയ രംഗത്ത് അതായത് ഭരണരംഗത്ത് നാടുവാഴിത്തവും, സാമൂഹിക ജീവിതത്തിൻ്റെ രംഗത്ത് മേൽകീഴ് ക്രമത്തിൽ അയിത്തം, തീണ്ടൽ, തൊടിയിൽ തുടങ്ങിയ ശൗച ആചാരക്രമങ്ങൾ എന്ന് പേരിട്ട് വിളിക്കുന്ന രീതികൾ പുലർത്തിപ്പോരുന്ന ജാതി വ്യവസ്ഥയും നിലവിൽ വന്നു. ഈ വ്യവസ്ഥയെ കേടുപാട് കൂടാതെ പോഷിപ്പിക്കാനും വളർത്താനും വേണ്ടുന്ന അറിവ് രൂപങ്ങളും വിനിമയ രീതികളുമാണ് വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായി വന്നതും വളർന്നു വന്നതും. ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും കണക്കെഴുത്ത്, ആയോധനം തുടങ്ങി പല ആവശ്യങ്ങളും നിർവഹിച്ചു കിട്ടണം. പൊതുവിൽ മേൽകീഴ് വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരു സാമൂഹിക മനസ്സും പുലർന്നു വരണം. ഇതിന് പറ്റുന്ന അറിവ് രൂപങ്ങളാണ് വേണ്ടത്. ഇതാവട്ടെ വ്യത്യസ്തമായ സ്ഥാപനവൽകൃത സ്വഭാവത്തിൽ വിനിമയം ചെയ്യുന്ന കേന്ദ്രങ്ങളിലൂടെയാണ് നിർവഹിക്കപ്പെട്ടത്. ആദ്യമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപപ്പെടുന്നത് ഇക്കാലത്താണ്. എഴുത്തുപള്ളി, കളരി, മഠങ്ങൾ, ശാലകൾ എന്നിങ്ങനെ പേരിട്ട് വിളിക്കാവുന്ന വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇക്കാലത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളെയും കീഴാളരെയും പടിക്ക് പുറത്തു നിർത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചത്. ഉരുവിട്ടു പഠിക്കലും മനഃപ്പാഠമാക്കലുമാണ് മുഖ്യമായി ശീലിച്ചു പോന്ന വിദ്യാഭ്യാസ പ്രക്രിയ. വ്യവസ്ഥയുടെ ഉച്ചനീചത്വങ്ങളെ എതിർപ്പ് ഏതുമില്ലാതെ ഉൾക്കൊള്ളുകയും അനുഷ്ഠിക്കുകയും ചെയ്യാനുള്ള ആശയവും ബോധതലവുമാണ് വിദ്യാഭ്യാസത്തിലൂടെ പുനരുൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത്. വ്യവസ്ഥാ വിരോധങ്ങളാകെ ചില കലാവിഷ്കാരങ്ങളിലും സാഹിത്യകൃതികളിലും ജനിച്ച് ജീവിച്ച് മരിക്കുകയായിരുന്നു. എന്നാൽ ഈ രണ്ടവസ്ഥകളെയും പിന്നിട്ടുകൊണ്ടാണ് ആധുനിക കമ്പോള ജീവിത രീതിയിലൂടെ കേരളം മുന്നേറുന്നത്. 150-200 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ മാറ്റം രൂപപ്പെട്ടു വരുന്നത്. കിഴക്കൻ മലനിരകളിലെ തോട്ടം കൃഷിയും കടൽ തീരങ്ങൾ രൂപപ്പെട്ടു വന്ന കായൽ കൃഷിയും അതുവരെ ഉണ്ടായിരുന്ന ഉപഭോഗത്തിനായുള്ള കൃഷിയെ വിൽക്കാനും വാങ്ങാനും എന്ന നിലയിലുള്ള ഉൽപ്പാദനമാക്കി മാറ്റി. ഒരുതരം വ്യാവസായിക കൃഷിയുടെ തുടക്കം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പണ്ടാരപ്പാട്ട വിളംബരം വഴി ഭൂമിക്ക് മുകളിൽ പരമ്പരാഗത ജന്മിമാർക്കുണ്ടായിരുന്ന മേൽക്കൈ തിരുവിതാംകൂറിലെങ്കിലും ഇത്തിരി അയഞ്ഞുപോയി. ഇങ്ങനെ ഭൂ ഉടമാ രീതിയിൽ വന്ന മാറ്റം തിരുവിതാംകൂർ പ്രദേശത്തെ സാമൂഹിക ജീവിതത്തെ കാർഷിക ഗ്രാമജീവിതത്തിൻ്റെ മൂല്യവ്യവസ്ഥയിൽ നിന്ന് കുതറി മാറാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പുതുതായി രൂപം കൊണ്ട ചേംബർ ഓഫ് കൊമേഴ്സ്, ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങൾ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ, പത്രമാധ്യമ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ കമ്പോള ജീവിതത്തിൻ്റെ കേളികൊട്ടായി സമൂഹ ജീവിതത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ നവോത്ഥാനത്തെ നോക്കിക്കാണേണ്ടത്. കമ്പോള ആധുനികതയുടെ യുക്തി വിചാരമായിട്ടാണ് നവോത്ഥാനം തിരികൊളുത്തപ്പെടുന്നത്. കാർഷിക ഗ്രാമജീവിതം നൂറ്റാണ്ടുകളായി പുലർത്തിപ്പോന്ന ജീവിത മൂല്യങ്ങളെ പുതുക്കിപ്പണിയാനുള്ള ശ്രമമാണ് നവോത്ഥാനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘം കൊണ്ട് ശക്തരാവുക എന്ന ഗുരുദേവ വാക്യത്തിൽ ഇക്കാലത്തെ വിദ്യാഭ്യാസത്തിൽ കൈവരേണ്ട അടിസ്ഥാന മാറ്റം പ്രതിഫലിക്കുന്നുണ്ട്. നാം ഇന്ന് പറയുന്ന ക്ലാസ് മുറി ജനാധിപത്യത്തിൻ്റെ വിത്തും വേരും ഇക്കാലത്താണ് വിതയ്ക്കപ്പെടുന്നതും വളർന്നു വരുന്നതും. ചുരുക്കത്തിൽ പെറുക്കി തിന്നുന്ന കാലം, ഉണ്ടാക്കി തിന്നുന്ന കാലം, വാങ്ങി തിന്നുന്ന കാലം എന്നിങ്ങനെ വേർപിരിഞ്ഞു നിൽക്കുന്ന 7000 വർഷത്തോളം നീണ്ട നമ്മുടെ നാട്ടിലെ ജനജീവിത ചരിത്രത്തിൽ 100-150 വർഷത്തിനിടയിലാണ് ത്വരിതഗതിയിൽ നാം ക്ലാസ് മുറി ജനാധിപത്യത്തിലേക്ക് വളർന്നെത്തുന്നത്. 1892-93 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച് നമ്മുടെ സാമൂഹിക ജീവിതത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ 2000-ങ്ങളിൽ ഡോക്ടർ അമർത്യ സെൻ തൻ്റെ പ്രബന്ധത്തിൽ കേരളത്തെ ഏഷ്യാ വൻകരയുടെ നെറ്റിത്തടത്തിലണിഞ്ഞ സുവർണ തിലകം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കേരളം കൈവരിച്ച ജീവിത പുരോഗതിയും അതിൻ്റെ സൂചകങ്ങളുമാണ് ഇങ്ങനെ വിശേഷിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രേരണയായത്.
അതായത് കേരളത്തിൻ്റെ ആധുനിക സമൂഹ വികാസം ഭ്രാന്താലയത്തിൽ നിന്ന് സുവർണ തിലകത്തിലേക്കാണെന്ന് ചുരുക്കി പറയാം. എങ്ങനെയാണ് ഇത് സാധ്യമായത്? മുഖ്യമായും 4 മേഖലകളിൽ നടന്ന ജനമുന്നേറ്റമാണ് ഈ നേട്ടത്തിന് നിദാനം. ഒന്ന്, ജാതിയുടെ കെട്ടുപാടുകളിൽ നിന്ന്, അതിൻ്റെ ശൗചാചാര ക്രമങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനാണ് മുഖ്യമായ പരിശ്രമം നടന്നത്. ജാതിക്കെതിരായ സമരം അർത്ഥപൂർണമാകണമെങ്കിലോ മണ്ണിൻ്റെ അവകാശം പൊളിച്ചെഴുതണം. മണ്ണിൻ്റെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടം കേരളം ഏറ്റെടുക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഭൂ ഉടമാരീതി തകർക്കണമെങ്കിൽ സാമ്രാജ്യത്വ ഭരണത്തെ കെട്ടുകെട്ടിക്കണമെന്നും നാട് സ്വതന്ത്രമാവണമെന്നും കേരളം തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് നമ്മെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കിയത്. ജാതിക്കെതിരെയും മണ്ണിനു വേണ്ടിയും നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനായും നടക്കുന്ന മുന്നേറ്റങ്ങൾ ഫലപ്രദമാകണമെങ്കിലോ ഒരുപിടി ആളുകളിൽ തങ്ങി നിൽക്കുന്ന അക്ഷരവും അറിവും എല്ലാവരിലേക്കും പകർന്നെത്തണമെന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവും ബോധ്യവുമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം സാധ്യമാക്കിയത്. സ്വാതന്ത്ര്യം നേടാനായതും സംസ്ഥാനത്തും രാജ്യത്തും ജനാധിപത്യ സർക്കാരുകൾ നിലവിൽ വന്നതും പൊതുവിദ്യാഭ്യാസ മുന്നേറ്റത്തെ കൂടുതൽ ഉയരങ്ങളിലെത്തിച്ചു. കേരളത്തിലെ ആദ്യത്തെ EMS ഗവൺമെൻറ് നടപ്പാക്കിയ കേരള വിദ്യാഭ്യാസ നിയമങ്ങളും ചട്ടങ്ങളും KER എന്ന് ചുരുക്കി പറയുന്നത്, തുടർന്ന് കാലാകാലങ്ങളിൽ സ്വീകരിച്ച നടപടികൾ എന്നിവയെല്ലാം ചേർന്ന് വിദ്യാലയത്തിൻ്റെ അടഞ്ഞ വാതിൽ എല്ലാവർക്കു മുന്നിലും മലർക്കെ തുറന്നിട്ടു കൊടുത്തു. 70കളോടുകൂടി ഭൂപരിഷ്കരണം നടപ്പിലായപ്പോൾ കേരളത്തിലെ വിദ്യാലയ പ്രവേശനം ഏതാണ്ട് സമ്പൂർണ്ണമായി കഴിഞ്ഞു. അങ്ങനെ ക്ലാസ് മുറി ജനാധിപത്യവൽക്കരണത്തിൻ്റെ ഒന്നാമത്തെ പടിവാതിൽ എല്ലാവരെയും വിദ്യാലയങ്ങളിൽ എത്തിക്കുക എന്നത് 1970കളിൽ തന്നെ കേരളം സാധിച്ചെടുത്തു. ഇപ്പോൾ അവതരിപ്പിച്ച പുതിയ ദേശീയ വിദ്യാഭ്യാസ നയരേഖ പോലും 2030ലേക്കാണ് സാർവത്രിക വിദ്യാഭ്യാസ പ്രവേശനം ലക്ഷ്യമിടുന്നത് എന്നതുകൂടി ചേർത്തു വായിച്ചാലേ കേരളത്തിൻ്റെ മുന്നേറ്റം ശരിയാം വിധം സ്ഥാനപ്പെടുകയുള്ളൂ. ക്ലാസ് റൂം ജനാധിപത്യത്തിൻ്റെ ആദ്യ പടി മാത്രമാണല്ലോ സാർവത്രിക പ്രവേശനം. ഇതിൻ്റെ 2ാം പടിയാണ് എല്ലാവർക്കും പഠന പങ്കാളിത്തം നൽകൽ. അതായത് വന്നിരിക്കുന്ന കുട്ടിയുടെ ശരീരത്തെ മാത്രമല്ല, അയാളുടെ ചിന്താരീതിയെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളാനും വളർത്തിയെടുക്കാനും പങ്കാളിയാക്കാനും കഴിയുമ്പോഴാണ് ക്ലാസ് റൂം ജനാധിപത്യം സാധ്യമാകുന്നത്. ശരീര സാന്നിധ്യം മാത്രമായ ക്ലാസ് റൂം ജനാധിപത്യത്തെ എപ്രകാരമാണ് ക്ലാസ് റൂം പങ്കാളിത്ത ജനാധിപത്യമായി കേരളം വളർത്തിയെടുത്തത് എന്ന് ഇനി പരിശോധിക്കാം. ഭൂപരിഷ്കരണ നടപടികളെ തുടർന്ന് കേരളത്തിലെ ക്ലാസ് മുറിയിൽ പുതുതായി വന്ന കുട്ടികളുടെ അറിവുൽപാദനം പ്രത്യക്ഷ അനുഭവങ്ങളിൽ ഊന്നിയുള്ളതാണ്. എന്നാൽ പ്രത്യക്ഷത്തേക്കാൾ അനുമാനങ്ങളിൽ ഊന്നിയതും പ്രത്യക്ഷ സ്രോതസ്സുകളേക്കാൾ ദ്വിതീയ സ്രോതസ്സുകളെ ആശ്രയിക്കുന്നതുമായ വിനിമയ സങ്കേതമായിരുന്നു ക്ലാസ്സിൽ അന്ന് നടപ്പായിരുന്നത്. ഓർമ്മയുടെ വ്യാപ്തിയിൽ ഊന്നിയ മനഃപാഠ രീതികളും ജയപരാജയങ്ങളിലൂടെ വിധിനിർണായകമാവുന്ന പരീക്ഷാ രീതികളുമാണ് നടപ്പിലുണ്ടായിരുന്നത്. പുതുതായി വന്ന പഠിതാക്കളുടെ സാംസ്കാരിക മൂലധനവും നിലവിലുണ്ടായിരുന്ന ക്ലാസ് റൂം പഠന പ്രക്രിയയും തമ്മിൽ വലിയ പൊരുത്തക്കേടാണ് ഉയർന്നു വന്നത്. ഇതാവട്ടെ ദരിദ്ര പിന്നാക്ക വിഭാഗം കുട്ടികളുടെ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്ക്, കൂട്ടത്തോടെയുള്ള പരീക്ഷാ തോൽവി, തുടർന്നുള്ള നിരാശയും ചില കുട്ടികളുടെ ആത്മഹത്യകളും അങ്ങനെ കലുഷിതമായി തീരുന്നുണ്ട് വിദ്യാഭ്യാസ രംഗം ഇക്കാലത്ത്. ക്ലാസ് മുറിയിൽ ഭൂരിപക്ഷത്തിനും പങ്കാളിത്തമില്ലാത്ത പഠന പ്രക്രിയയുടെ സവിശേഷ പ്രശ്നം 2 ദിശയിലാണ് 70കളുടെ അവസാനത്തോടെ വളർന്നു വന്നത്. 80കളോടെ ഈ പൊരുത്തക്കേട് സ്വകാര്യ സമാന്തര വിദ്യാലയങ്ങളുടെ ഉദയത്തിന് കാരണമായി തീർന്നു. സമൂഹത്തിലെ പ്രബല വിഭാഗം പൊതുവിദ്യാലയങ്ങളെ കൈയൊഴിയാനും വലതുപക്ഷ അധികാര സംവിധാനങ്ങളാകെ ഈ വിഭാഗത്തെ പിന്തുണച്ച് രംഗത്തു വരാനും തുടങ്ങി. ഇതാണ് പിന്നീട് കേരളത്തിലെ സമാന്തര ഇംഗ്ലീഷ് മീഡിയം അൺഎയ്ഡഡ് വിദ്യാഭ്യാസ കച്ചവടമായി വികസിച്ചത്. ഇതോടൊപ്പം എല്ലാവർക്കും പങ്കാളിത്തം നൽകാനാവുന്ന ജനാധിപത്യമാർന്ന വിദ്യാഭ്യാസ പ്രക്രിയ ക്ലാസ് റൂമിൽ എങ്ങനെ സാധ്യമാക്കാമെന്ന ചിന്തയും ക്രമേണ വികസിച്ചു വരുന്നത് കാണാം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ വിജ്ഞാനോത്സവ സംരംഭങ്ങൾ, കല്യാശ്ശേരി മോഡൽ വിദ്യാഭ്യാസ പരിപാടി എന്നിങ്ങനെയുള്ള ശ്രമങ്ങൾ ഈ ദിശയിലുള്ള ചില പ്രവർത്തനങ്ങളാണ്. യശ്പാൽ കമ്മീഷൻ മുന്നോട്ട് വെച്ച ലേണിംഗ് വിതൗട്ട് ബേർഡൻ, ഭാരമാകാതെ പഠിക്കാനാവുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാട്, ജോയ്ഫുൾ ലേണിംഗ്,
സന്തോഷത്തോടെ ആഹ്ലാദമായി പഠിക്കാനാവുന്നതിനെ സംബന്ധിച്ച കാഴ്ചപ്പാട്, ഈ ആശയങ്ങൾ കേരളത്തിന് വഴികാട്ടിയായി. അതോടൊപ്പം ലോകത്താകെ വളർന്നു വന്ന പഠന മനഃശാസ്ത്ര രംഗത്തെ ശിശുകേന്ദ്രീകൃതമായ ശാസ്ത്രീയ രീതികളും കണ്ടെത്തലുകളും കേരളം ആഴത്തിൽ പിന്തുടരാൻ ശ്രമിച്ചു. ഇതിൻ്റെ എല്ലാം ഫലമായാണ് 1997 പുതിയ പാഠ്യപദ്ധതി സ്കൂൾ തലത്തിൽ കേരളം നടപ്പിലാക്കാൻ തുടങ്ങിയത്. എന്താണ് കുട്ടിയുടെ പ്രകൃതം, എങ്ങനെയാണ് കുട്ടി പഠിക്കുന്നത് എന്നിങ്ങനെ പൂർണ്ണമായും പഠിതാവിനെ കേന്ദ്രത്തിൽ സ്ഥാപിച്ച് കുട്ടിയുടെ കണ്ണിലൂടെ വിദ്യാലയത്തെയും പഠന പ്രക്രിയയെയും നോക്കിക്കാണാനും പൊളിച്ചെഴുതാനുമാണ് പുതിയ പാഠ്യപദ്ധതി പരിശ്രമിച്ചത്. അനുഭവാധിഷ്ഠിതം, പ്രവർത്തനാധിഷ്ഠിതം, പ്രക്രിയാധിഷ്ഠിതം, ശിശുകേന്ദ്രിതം എന്ന രീതിയാണ് പുതിയ പാഠ്യപദ്ധതി പഠനത്തെ സമീപിക്കാൻ വേണ്ടി സ്വീകരിച്ചത്. ഇവിടെ വിവരങ്ങൾ കൈമാറുന്ന ഇടം എന്നതിൽ നിന്ന് പ്രത്യേക പ്രക്രിയകളടങ്ങിയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ആ അനുഭവങ്ങളിലൂടെ കൂട്ടായി അറിവ് നിർമ്മിക്കുകയും ചെയ്യുന്ന ഇടമായി ക്ലാസ് റൂം മാറ്റിപ്പണിതെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അധ്യാപിക മുതിർന്ന സഹപഠിതാവായി സ്ഥാനപ്പെടുകയാണ്. പരീക്ഷ വിധിനിർണായകം എന്നതിൽ നിന്ന് മാർഗദർശകം, പഠനത്തെ മെച്ചപ്പെടുത്താൻ വഴി കാണിക്കുന്ന ഒന്ന് എന്ന നിലയിലേക്ക് മാറ്റപ്പെടുകയാണ്. പഠിക്കുന്ന കുട്ടിയുടെ സ്വതന്ത്ര ചിന്തയും യുക്തിബോധവും വിമർശനപരതയും ഗവേഷണാത്മകതയും വികസിപ്പിക്കുന്നതിലാണ് പുതിയ പാഠ്യപദ്ധതി അതിൻ്റെ ക്ലാസ് റൂം ജനാധിപത്യത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും ഇത് സാമൂഹിക പ്രശ്നങ്ങളിലൂന്നിയ പാഠ്യപദ്ധതി വികാസത്തിലേക്ക് നീങ്ങുകയുണ്ടായി. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വന്ന സ്വകാര്യ മൂലധനത്തിൻ്റെ താൽപ്പര്യത്തിന് ക്ലാസ് റൂം ജനാധിപത്യത്തിലൂന്നിയ പുതിയ പാഠ്യപദ്ധതിയെ ഒതുക്കുക എന്നത് അനിവാര്യമായ കടമയായി. ഇതുമാത്രമേ അവരുടെ മുൻപിൽ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ. നക്കിയും ഞെക്കിയും ഇതിനെ കൊല്ലാനുള്ള പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടാണ്, അതിപ്പോഴും തുടർന്നുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ മൂലധനം ക്ലാസ് റൂം ജനാധിപത്യത്തെ നേരിടുന്നത്. ചില മാധ്യമങ്ങൾ ഉയർത്തുന്ന ഉണ്ടയില്ലാ വെടികളും അധ്യാപകനെ ചവിട്ടിക്കൊന്നുകൊണ്ടുള്ള ചോരക്കളിയും പരീക്ഷാരീതിയും പാഠപുസ്തകങ്ങളും മാറ്റിക്കൊണ്ടുള്ള നുഴഞ്ഞുകയറ്റവും പൊതുവിദ്യാലയത്തിൽ സമാന്തര ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ നടപ്പാക്കിക്കൊണ്ടുള്ള തകിടം മറികളും ഈ ആക്രമണത്തിൻ്റെ നാനാമുഖങ്ങളാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന വിജയനിരക്കും നിരവധി സർഗാത്മക പ്രവണതകളും കൊണ്ട് ക്ലാസ് റൂം ജനാധിപത്യം ഏറിയ പരിക്കുകൾ ഏറ്റുവാങ്ങുമ്പോഴും ഈ കെടുതികളെ ചെറുക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. കുട്ടിയുടെ വീട്ടുഭാഷയിൽ പഠിക്കാനാകുന്നില്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ജനാധിപത്യവും സാധ്യമാകില്ല. എന്നാൽ ഖേദകരമെന്നു പറയട്ടെ, ഏറെ നേട്ടങ്ങൾ പൊതുവിദ്യാലയത്തിന് ഉണ്ടാക്കിക്കൊടുക്കുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലും വീട്ടുഭാഷാ മാധ്യമത്തിലുള്ള പഠനത്തെ വേണ്ടതുപോലെ പിന്തുണയ്ക്കുന്നില്ല. ഈ കുറവും പരിഹരിക്കപ്പെടേണ്ടതാണ്. ക്ലാസ് റൂം ജനാധിപത്യവൽക്കരണത്തിന് വലിയ തോതിൽ ഭീഷണിയായേക്കാവുന്ന ദേശീയ വിദ്യാഭ്യാസ നയരേഖ കൂടി നടപ്പാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നമുക്കിവിടെ തുടക്കമിടാനെങ്കിലും കഴിഞ്ഞ ജനാധിപത്യപരമായ പഠന പ്രക്രിയ തികഞ്ഞ ജാഗ്രതയോടെയും ദീർഘദർശനത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. ഇതിനായി കുട്ടികളെയും അവരുടെ പഠിപ്പിനെയും മമതയോടെ നോക്കിക്കാണുന്ന മുഴുവൻ പേരും മുന്നോട്ട് വരുമെന്ന് പ്രത്യാശിക്കട്ടെ. ഇതുവരെ എന്നെ കേട്ടിരുന്ന ഏവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു.